ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ശസ്ത്രക്രിയക്കിടയിൽ കത്രിക വയറ്റിലകപ്പെട്ട് ദുരിതം അനുഭവിക്കുന്ന ഹർഷിനയ്ക്ക് നീതി തേടി കെ ഹർഷിന സമര സഹായ സമിതി വീണ്ടും സമരമുഖത്തേക്ക്. വഖഫ് സ്വത്തുക്കൾ നിയമാനുസൃതം കവർച്ച ചെയ്യുകയെന്ന ഗൂഢലക്ഷ്യം വെച്ചാണ് വഖഫ് ഭേദഗതി ബിൽ തയ്യാറാക്കിയിരിക്കുന്നതെന്ന് SDPI. കേരള സ്റ്റേറ്റ് മാരേജ് ബ്യൂറോ ആൻഡ് ഏജന്റ്സ് അസോസിയേഷൻ മേഖലാ സമ്മേളനം കോഴിക്കോട്. ശ്രീ വളയനാട് ദേവീ ക്ഷേത്ര മഹോത്സവം വിവിധ പരിപാടികളോടെ പുരോഗമിക്കുന്നു. സ്പിറ്റി വാലിയിൽ ഓഫ് റോഡ് യാത്രയ്ക്കായി പുറപ്പെട്ട് ഹന്ന ജയന്ത്. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ശസ്ത്രക്രിയക്കിടയിൽ കത്രിക വയറ്റിലകപ്പെട്ട് ദുരിതം അനുഭവിക്കുന്ന ഹർഷിനയ്ക്ക് നീതി തേടി കെ ഹർഷിന സമര സഹായ സമിതി വീണ്ടും സമരമുഖത്തേക്ക്. കോടതിയിൽ വിചാരണ ആരംഭിക്കാനിരുന്ന കേസിന് സ്റ്റേ വന്നതും ഹൈക്കോടതിയിൽ കേസ് വീണ്ടും പരിഗണിക്കാത്തതും പ്രോസിക്യൂഷന്റെ വീഴ്ച കൊണ്ടാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഹർഷിനക്ക് നീതി ഉറപ്പാക്കാൻ ശക്തമായ പ്രക്ഷോഭവും ആവശ്യമാണെന്ന് സമരസമിതി വിലയിരുത്തി തീരുമാനിച്ചിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഫെബ്രുവരി മാസം 13-ാം തീയതി വ്യാഴാഴ്ച രാവിലെ കോഴിക്കോട്ട് ഹർഷിനയെ ഇരുത്തിക്കൊണ്ട് ഹർഷിന സമരസമിതിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് കിഡ്സൺ കോർണറിൽ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ സത്യാഗ്രഹ സമരം നടത്തുകയാണ്. സമരം ഉദ്ഘാടനം ചെയ്യുന്നത് മുൻ KPCCയുടെ പ്രസിഡന്റ് K മുരളീധരനാണ്. സമാപനം തൃണമൂൽ കോൺഗ്രസിന്റെ കൺവീനർ കൂടിയായ PV അൻവർ നിർവഹിക്കുന്നു. ഗവൺമെന്റ് നിയോഗിച്ച മെഡിക്കൽ ബോർഡുകളുടെ റിപ്പോർട്ടുകൾ, ആ അന്വേഷണങ്ങൾ വഴിതെറ്റിവിടുന്നതാണ്, പ്രതികളെ രക്ഷിക്കുന്നതാണ് എന്ന് ബോധ്യമായതുകൊണ്ടാണ് ഹർഷിന സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുത്തത്. ആ പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. ആ കുറ്റപത്രമാണ് കുന്നമംഗലം കോടതിയിൽ സമർപ്പിച്ചത്. അതിന്റെ വിചാരണ നടക്കുന്നത് സ്റ്റേ ചെയ്തത് പ്രതികൾ അതിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഇവിടെ മെഡിക്കൽ ബോർഡ് എവിടെ നിന്നാണ് എന്ന് കണ്ടെത്തിയിട്ടില്ല. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വഖഫ് സ്വത്തുക്കൾ നിയമാനുസൃതം കവർച്ച ചെയ്യുകയെന്ന ഗൂഢലക്ഷ്യം വെച്ചാണ് വഖഫ് ഭേദഗതി ബിൽ 2024 തയ്യാറാക്കിയിരിക്കുന്നതെന്ന് SDPI. വഖഫ് സംരക്ഷണം സാമൂഹിക സുരക്ഷയ്ക്ക് എന്ന മുദ്രാവാക്യത്തോടെ ഫെബ്രുവരി 17-ന് കൊല്ലത്തും 19-ന് മലപ്പുറത്തും റാലിയും സമ്മേളനവും നടത്തുമെന്നും നേതാക്കൾ അറിയിച്ചു. രാജ്യത്ത് 8.7 ലക്ഷം വഖഫ് സ്വത്തുക്കളിലായി 9.4 ലക്ഷം ഏക്കർ വഖഫ് ഭൂമി രാജ്യത്തുണ്ട്. ഈ വഖഫ് ഭൂമികളെ നിയമത്തിലൂടെ സ്വന്തമാക്കാനും അധീനപ്പെടുത്താനും കൈവശപ്പെടുത്താനുമുള്ള ഒരു കുൽസിത ശ്രമമാണ് ഈ വഖഫ് ഭേദഗതി ബില്ലിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. ഒരു ഭരണഘടനാ സ്ഥാപനമായ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയെ ജനാധിപത്യപരമായ അവരുടെ അവകാശം നിറവേറ്റാൻ പോലും അനുവദിക്കാതെ, പ്രതിപക്ഷ MPമാരെ അനുവദിക്കാതെ, വളരെ ഭരണഘടനാ വിരുദ്ധമായി, ജനാധിപത്യ വിരുദ്ധമായിട്ടാണ് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി ഈ ഭേദഗതി ബില്ലിനെ അംഗീകരിച്ചത്. വളരെ അപകടകരമായ ഭേദഗതികളാണ് ഗവൺമെന്റ് അല്ലെങ്കിൽ ഈ ഭേദഗതിയിലൂടെ കൊണ്ടുവരുന്നത്. അതിലൊന്ന്, നിലവിൽ വഖഫ് സെൻട്രൽ കൗൺസിലും അതുപോലെ വഖഫ് ബോർഡുകളും നിയന്ത്രിക്കുന്നതിനും അത് ശ്രദ്ധിക്കുന്നതിനും അത് മോണിറ്റർ ചെയ്യുന്നതിനും ഒക്കെ ഉള്ള ആ സമിതികളിൽ അതിന്റെ കൗൺസിലുകളിലും ബോർഡുകളിലും
മുസ്ലിം പ്രതിനിധികൾ മാത്രമേ ഉണ്ടാകാവൂ എന്നാണ് നിയമം. പക്ഷേ പുതിയ ഭേദഗതിയിൽ മുസ്ലിം അല്ലാത്തവരെ കൂടി ഉൾപ്പെടുത്താനുള്ള അവസരമൊരുക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരള സ്റ്റേറ്റ് മാരേജ് ബ്യൂറോ ആൻഡ് ഏജന്റ്സ് അസോസിയേഷൻ കോഴിക്കോട് സൗത്ത് മേഖല സമ്മേളനം കോഴിക്കോട്ട് സംഘടിപ്പിച്ചു. കോർപ്പറേഷൻ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ സി ദിവാകരൻ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള സ്റ്റേറ്റ് മാരേജ് ബ്യൂറോ ആൻഡ് ഏജന്റ്സ് അസോസിയേഷന്റെ കോഴിക്കോട് സൗത്ത് മേഖല സമ്മേളനം വേദി ഓഡിറ്റോറിയത്തിൽ നടന്നു. കോർപ്പറേഷൻ ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ സി ദിവാകരൻ ഉദ്ഘാടനം ചെയ്തു. സംഘടിത ശക്തി ഏത് പ്രസ്ഥാനത്തിലും ആവശ്യമാണ്. നമ്മുടെ കർമ്മരംഗത്ത് നിൽക്കുന്ന എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് നമുക്ക് പൊതുവായ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ സമൂഹത്തോട് കലഹിക്കേണ്ടതുണ്ട്, സമൂഹത്തോട് കലഹിക്കേണ്ടതുണ്ട്. കലഹിക്കുക എന്ന് പറഞ്ഞാൽ ദോഷവാക്കായി കാണുന്ന ഒരാവശ്യം നേടിയെടുക്കാൻ ചിലപ്പോൾ സമ്മർദ്ദങ്ങളുണ്ടാവും. അത് അർത്ഥത്തിൽ കലഹമാണ്. കാരണം തരാനുള്ള സന്മനസ് ഉണ്ടാക്കണമെങ്കിൽ നിർബന്ധമായ ഇടപെടണം. നമ്മുടെ കേരളത്തിൽ ഏത് വിഭാഗത്തിലാണ് സംഘടനയില്ലാത്തത്? ഏത് വിഭാഗത്തിൽ സംഘടനയുണ്ട്? കാരണം നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ്. സംസ്ഥാന പ്രസിഡന്റ് ജോസഫ് വർഗീസ് അധ്യക്ഷത വഹിച്ചു. KPMK കുഞ്ഞി മുഖ്യപ്രഭാഷണം നടത്തി. TK ഫൈസൽ ഉപഹാരങ്ങൾ സമർപ്പിച്ചു. തിരിച്ചറിയൽ കാർഡ് വിതരണവും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു. സംസ്ഥാന രക്ഷാധികാരി PV ഗോപാലൻ, MP റംലത്ത്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിജയൻ ബത്തേരി, മറ്റ് ഭാരവാഹികളായ ഷാജഹാൻ, മൊയ്തീൻ പള്ളിപ്പുറം, ഖാലിദ് കമ്പളക്കാട് തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ശ്രീ വളയനാട് ദേവി ക്ഷേത്ര മഹോത്സവം വിവിധ പരിപാടികളോടെ പുരോഗമിക്കുകയാണ്. വ്യത്യസ്തവും ആകർഷകവുമായ നൃത്ത പരിപാടികളാണ് ഇരുവേദികളിലുമായി അരങ്ങേറുന്നത്. വളയനാടമ്മയുടെ തിരുമുമ്പിൽ ചിലങ്കയണിഞ്ഞ് നൃത്തം ചെയ്യാൻ ആഗ്രഹിക്കാത്തവരായി ആരുമില്ല. അങ്ങനെയുള്ള കലാകാരന്മാർക്ക് വലിയ പ്രോത്സാഹനവും അവസരങ്ങളുമാണ് ഉത്സവാഘോഷ കമ്മിറ്റി ഉത്സവ നാളുകളിൽ ഒരുക്കുന്നത്. വളയനാട് ദേവി സന്നിധിയിൽ ഉത്സവ നാളുകളിൽ കലാപ്രകടനം നടത്തി ദേവിയുടെ അനുഗ്രഹം നേടുന്നവർ നിരവധിയാണ്. ഉത്സവത്തോടനുബന്ധിച്ച് തിരുമുറ്റം സ്റ്റേജിൽ കോഴിക്കോട് സാധനാ സമിതിയുടെ സമ്പൂർണ്ണ ദേവി മാഹാത്മ്യം അവതരണവും ഓട്ടം തുള്ളലും അരങ്ങേറി. ഭജനയും ക്ലാസിക്കൽ നൃത്തവും ഭരതനാട്യവും മോഹിനിയാട്ടവും കുച്ചിപ്പുടിയും തായമ്പകയും വേദിയിലെത്തി. ഡോക്ടർ റോബി പ്രസാദും സംഘവും അവതരിപ്പിച്ച ക്ലാസിക്കൽ നൃത്തം ശ്രദ്ധേയമായി. ജനുവരി 31 ദ്രവ്യകലശത്തോടെ ആരംഭിച്ച ഉത്സവ ചടങ്ങുകൾ ഫെബ്രുവരി 13 ആറാട്ടോടെ സമാപിക്കും. 14 നാന്തകം തിരിച്ചെഴുന്നള്ളിക്കുന്നതോടെ 15 ദിവസങ്ങളിലായി നീണ്ട മഹോത്സവത്തിനും സമാപനമാകും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകളിലേക്ക് എത്താം, ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.
Bobby Chamanur International Jeweler. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. സേവക് പുതിയറ ഉത്തരമേഖല നഴ്സറി കലോത്സവം സമാപിച്ചു. കൊച്ചുകുട്ടികളുടെ കലാപരിപാടികൾ നിഷ്കളങ്കമായ അവതരണം കൊണ്ട് ശ്രദ്ധേയമായി. സേവക് പുതിയറ സംഘടിപ്പിച്ച ഉത്തരമേഖല നഴ്സറി കലോത്സവം സമാപിച്ചു. 86 പോയിന്റോടെ ദേവഗിരി CMI പബ്ലിക് സ്കൂൾ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി. 73 പോയിന്റോടെ പ്രസന്റേഷൻ നഴ്സറി സ്കൂളിനാണ് രണ്ടാം സ്ഥാനം. 11 പോയിന്റ് നേടിയ എമ്മ മറിയം അഗസ്റ്റിൻ ആണ് സർഗപ്രതിഭ. സമാപന സമ്മേളനം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം K. ബൈജുനാഥ് ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷൻ P. ദിവാകരൻ ആധ്യക്ഷ്യം വഹിച്ചു. ഗായിക സിന്ധു പ്രേംകുമാർ സമ്മാന വിതരണം നിർവഹിച്ചു. VP മാധവൻ നായർ, മുരളീധരൻ പറയഞ്ചേരി, സജി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അല്ലമീൻ എഡ്യു ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഫിസിയോതെറാപ്പി മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും നടത്തി. കോർപ്പറേഷൻ നഗരാസൂത്രണ ചെയർപേഴ്സൺ K. കൃഷ്ണകുമാരി ഉദ്ഘാടനം ചെയ്തു. അൽ അമീൻ എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ സൗജന്യ ഫിസിയോതെറാപ്പി ക്യാമ്പ് സംഘടിപ്പിച്ചു. അൽ അമീൻ മസ്ജിദിൽ വെച്ച് നടന്ന പരിപാടി കോഴിക്കോട് കോർപ്പറേഷൻ നഗരാസൂത്രണ ചെയർപേഴ്സൺ K. കൃഷ്ണകുമാരി ഉദ്ഘാടനം ചെയ്തു. നമ്മളൊരു വേദന വന്നാൽ ഉടൻ മെഡിക്കൽ ഷോപ്പ് പോവുകയോ ഡോക്ടറെ അടുത്ത് പോവുകയോ എന്നിട്ട് അതിനനുസരിച്ച് മരുന്നുകൾ ആന്റിബയോട്ടിക്കുകളോ അല്ലെങ്കിൽ അതിനനുസരിച്ച് മരുന്നുകളോ വാങ്ങി കഴിക്കുകയാണ്. അതേസമയം ചെറിയൊരു ഫിസിയോതെറാപ്പിയിലൂടെ ഒരു പക്ഷേ അത് മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ BPT കുട്ടികൾ നമ്മളോട് പറഞ്ഞത്, ഫിസിയോതെറാപ്പിസ്റ്റുമാർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. വലിയൊരു കാര്യം തന്നെയാണ്. അതെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് പോയിട്ട് മെഡിക്കൽ ഷോപ്പിൽ പോകുന്നത് ചിലപ്പോൾ ഡോക്ടറോട് കൺസൾട്ട് പോലും ചെയ്യാതെയാണ് പോയിട്ടത് വാങ്ങുന്നത്. സ്ട്രോക്ക് വന്ന രോഗികൾ, ന്യൂറോപ്പതിക് രോഗികൾ, അസ്ഥിരോഗവുമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രോഗികൾ എന്നിവർക്കുള്ള സേവനം നൽകി. ജന്മനായുള്ള കുട്ടികളിലെ ശാരീരിക വൈകല്യങ്ങൾ, ഫിസിയോതെറാപ്പി ചികിത്സ എന്നിവയുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരണ ക്ലാസും നടന്നു. റഹീദ PM ഫിസിയോതെറാപ്പി ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ചടങ്ങിൽ പ്രൊഫസർ അബ്ദുൾ മുബാറക്, മുസ്തഫ, മൂസക്കോയ, റാസിഖ് എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ 38ാമത് ദേശീയ കൺവെൻഷനും അന്താരാഷ്ട്ര സെമിനാറും ചേലേമ്പ്ര ദേവകി അമ്മ മെമ്മോറിയൽ ടീച്ചർ എഡ്യൂക്കേഷൻ കോളേജിൽ നടക്കും. ഫെബ്രുവരി 13, 14, 15 തീയതികളിൽ നടക്കുന്ന പരിപാടി ET മുഹമ്മദ് ബഷീർ MP ഉദ്ഘാടനം ചെയ്യും. എല്ലായിടത്തും AIക്കൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ ഇത്തരം ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ് വിദ്യാഭ്യാസ രംഗത്തേക്ക് എങ്ങനെയൊക്കെ കൊണ്ടുവരണം എന്നതിനെ കുറിച്ചുള്ള ഒരു ചിന്തയാണ് നമ്മൾ നടത്തുന്നത്. 20ഓളം സബ് തീംസ് അതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിലൊക്കെ ധാരാളം ആൾക്കാർ പേപ്പർ അവതരിപ്പിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഏകദേശം ഈ സംഘടനയ്ക്ക് 14,000ഓളം അംഗങ്ങൾ ഓൾ ഇന്ത്യ തലത്തിലുണ്ട്. കേരളത്തിൽ 1,200ഓളം അധ്യാപക പരിശീലകർ ഇതിൻ്റെ അംഗങ്ങളായിട്ടുണ്ട്. അങ്ങനെ ഇപ്പം 38ാമത് ദേശീയ സമ്മേളനവും 23ാമത് സംസ്ഥാന സമ്മേളനമാണ് നടത്തുന്നത്. എല്ലാ വർഷവും ഇതോടനുബന്ധിച്ചൊരു ഇന്റർനാഷണൽ സെമിനാർ നടത്തുന്നത്. ഈ വർഷവും അങ്ങനെയാണ് നടത്തുന്നത്. അപ്പൊ ഇത് 13, 14, 15 തീയതികളിലാണ്. 13 ബ്ലെൻഡഡ് മോഡാണ്. 13ാം തീയതി മുഴുവനായിട്ടും ഓൺലൈനാണ്. 14, 15 തീയതികളിൽ ഓഫ്ലൈനായിട്ട് കോളേജിൽ വെച്ച് നടത്തുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
സ്പിറ്റി വാലിയിൽ ഓഫ് റോഡ് യാത്രയ്ക്കായി ഹെന്ന ജയന്ത് ഒരുങ്ങി. ഹിമാചൽ പ്രദേശിലെ ഷിംലയിലേക്ക് മഞ്ഞിലൂടെ 10 ദിവസമാണ് സാഹസിക യാത്ര നടത്തുന്നത്. മൗണ്ടൻ ഗോഡ് വിന്റർ എക്സ്പെഡീഷനിൽ പങ്കെടുക്കാനാണ് കോഴിക്കോട്ടുകാരിയായ ഹെന്ന പുറപ്പെട്ടത്. സ്പിറ്റി വാലിയിലെ മഞ്ഞുമൂടിയ വഴികളിലൂടെ ഓഫ് റോഡ് യാത്രയ്ക്കായി കോഴിക്കോട്ടുകാരി പുറപ്പെട്ടു. ഹിമാചൽ പ്രദേശിലെ സ്പിറ്റി വാലി വരെ ഒറ്റയ്ക്ക് മാരുതി സുസുക്കി ജിംനി കാർ ഓടിച്ചു പോകുന്നത് കോഴിക്കോട് മൂന്നാലിങ്കൽ സ്വദേശിയായ ഹെന്ന ജയന്താണ്. ഗുജറാത്ത് വംശജനായ ആർ ജയന്ത്കുമാറിന്റെയും മുൻ കൗൺസിലർ ഹൻസ ജയന്തിന്റെയും മകളാണ് ഹെന്ന. അതിവേഗ കാറോട്ട മത്സരങ്ങളിലെ താരമായ ഹെന്ന സമീപകാലത്താണ് ഓഫ് റോഡിംഗ് മേഖലയിലേക്ക് തിരിഞ്ഞത്. മൗണ്ടൻ ഗോഡ് വിന്റർ എക്സ്പെഡിഷന്റെ ഭാഗമായി 15 മുതൽ 23 വരെയാണ് യാത്ര. ഇത്രയും ദിവസം ഹിമാചൽ പ്രദേശിലെ സ്പിറ്റി വാലിയിൽ മഞ്ഞിലൂടെയാണ് വാഹനം ഓടിക്കേണ്ടത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 85 കാറുകളാണ് പങ്കെടുക്കുന്നത്. അഹമ്മദ് ദേവർകോവിൽ MLA യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. ഡോക്ടർ കെ കുഞ്ഞാലി, റംസി ഇസ്മായിൽ, PT ആസാദ്, അബ്ദുള്ള മാളിയേക്കൽ, KM ബഷീർ, K കൈസ് അഹമ്മദ്, ഹാഷിം കൊളക്കാടൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jeweler. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. പുതിയറ നേതാജി റോഡ് റെസിഡൻസ് അസോസിയേഷൻ സിൽവർ ജൂബിലി ആഘോഷങ്ങൾ വിവിധ പരിപാടികളോടെ നടന്നു. സാംസ്കാരിക സമ്മേളനം അഹമ്മദ് ദേവർകോവിൽ MLA ഉദ്ഘാടനം ചെയ്തു. പുതിയറ നേതാജി റോഡ് റെസിഡൻസ് അസോസിയേഷൻ സിൽവർ ജൂബിലി വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ നടത്തി. സാംസ്കാരിക സമ്മേളനം അഹമ്മദ് ദേവർകോവിൽ MLAയും കലാപരിപാടി ഗായകൻ സിനോവ് രാജും ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് മോഹൻ മുല്ലമല അധ്യക്ഷം വഹിച്ചു. കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷൻ P ദിവാകരൻ, കൗൺസിലർ T റെനീഷ്, പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ A ഉമേഷ്, SK സാംസ്കാരിക കേന്ദ്രം പ്രസിഡന്റ് രാമചന്ദ്രൻ, പറയഞ്ചേരി അയ്യപ്പൻ വിളക്ക് പ്രസിഡന്റ് പാറയിൽ ഗോവിന്ദൻ, വനിതാ കൺവീനർ KC സൗമിനി, സെക്രട്ടറി B സോമരാജൻ, ജോയിന്റ് സെക്രട്ടറി K ഉപേന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. സംഘാടക സമിതി ചെയർമാൻ അബ്ദുൽ സത്താർ സമ്മാന വിതരണം നിർവഹിച്ചു. ചിത്രരചന മത്സരം, കായിക മത്സരം, സംഗീത മത്സരം എന്നിവയും കലാപരിപാടികളും നടത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കുന്നമംഗലം പ്രൈം ഡേ കെയർ ആശുപത്രിയിൽ സൗജന്യ സ്ഥാനാർബുദ നിർണയ ക്യാമ്പും സ്ത്രീരോഗ വന്ധ്യതാ ക്യാമ്പും സംഘടിപ്പിച്ചു. പരിപാടിക്ക് ഡോക്ടർ പ്രേമു ജോൺസൺ നേതൃത്വം നൽകി. പട്ടാമ്പി റൂസിയ ഫെർട്ടിലിറ്റി സെന്ററും പ്രൈം ഡേ കെയർ സെന്ററും കൊച്ചിൻ ക്യാൻസർ സൊസൈറ്റിയും സംയുക്തമായി നടത്തിയ സൗജന്യ സ്ഥാനാർബുദ നിർണയ ക്യാമ്പും സ്ത്രീരോഗ വന്ധ്യതാ ക്യാമ്പും പ്രൈം ഡേ കെയർ ഹോസ്പിറ്റൽ കുന്നമംഗലത്ത് വെച്ച് നടന്ന പരിപാടി ഡോക്ടർ പ്രേമു ജോൺസൺ നേതൃത്വം നൽകി. സൗജന്യ ഡോക്ടർ കൺസൾട്ടേഷൻ, സ്കാനിംഗ് ആൻഡ് ബീജ പരിശോധന, IUI, IVF, ICSI തുടങ്ങിയ ചികിത്സകൾ ക്യാമ്പിൽ ലഭ്യമായി. പരിപാടിയിൽ ഹോസ്പിറ്റൽ MD സിദ്ദീഖ് മലബാരി, കാർത്തിക് ശങ്കർ, PRO ലീച്ച, മറ്റ് പ്രതിനിധികളും പങ്കെടുത്തു. ജീവിതശൈലി രോഗങ്ങൾ മൂലം പ്രത്യേകിച്ച് അതിന് ബ്രസ്റ്റ് ക്യാൻസർ, വന്ധ്യത പോലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഈ പ്രദേശത്ത് ഒരുപാട് ആൾക്കാർ ഈ ക്യാമ്പിൽ സഹകരിച്ചു. അവർക്കൊക്കെ മികച്ച ട്രീറ്റ്മെന്റ് വാഗ്ദാനം ചെയ്യാനും അതേപോലെ നേരത്തെ തന്നെ ഇത് നിർണയിച്ചു കഴിഞ്ഞാൽ വന്ധ്യതയാണെങ്കിലും അതേപോലെ സ്ഥാനാർബുദമാണെങ്കിലും നേരത്തെ തന്നെ അത് നിർണയിച്ചാൽ അവർക്ക് അതിനോടുള്ള അനുബന്ധമായ ട്രീറ്റ്മെന്റ് എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കുകയും ഫലപ്രദമായിട്ടുള്ള ചികിത്സ ഇതിലൂടെ നേടാൻ സാധിക്കുകയും ചെയ്യുമെന്ന ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ ക്യാമ്പ് ഇവിടെ നടത്തുന്നത്.
ന്യൂസ് ബ്യൂറോ, കുന്നമംഗലം. പള്ളിയിറക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രോത്സവം സമാപിച്ചു. 3 ദിവസങ്ങളിലായി താലപ്പൊലി, തിറ, വെള്ളാട്ട്, ചാന്താട്ടം തുടങ്ങിയ ചടങ്ങുകളോടെയാണ് ഉത്സവം നടന്നത്. പള്ളിയിറക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ തിറ താലപ്പൊലി മഹോത്സവം 3 ദിവസങ്ങളിലായി നടന്നു. ആദ്യ ദിനം ഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു. നാഗപൂജ, ദീപാരാധന, കാവുണർത്തൽ എന്നിവയും തുടർന്ന് നട്ടത്തിറയും ഉണ്ടായിരുന്നു. 2ാം ദിവസം നടന്ന കലശം എഴുന്നള്ളിപ്പിനും പ്രസാദ ഊട്ടിനും ശേഷം വിവിധ മൂർത്തി വെള്ളാട്ടുകൾ അവതരിപ്പിച്ചു. ഭഗവതി തിറയോടെ നടന്ന താലപ്പൊലിയിൽ സ്ത്രീകളും കുട്ടികളും അണിനിരന്നു. തിറയാട്ടങ്ങളും ചാന്താട്ടവും കലങ്കരിയും തുടർന്ന് ദണ്ഡൻ കർമ്മവും നടന്നു. മൂന്ന് ദിവസങ്ങളിലായി പ്രദേശത്തിന്റെ ആഘോഷമായാണ് ഉത്സവ പരിപാടികൾ നടന്നത്. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശസ്ത്രക്രിയക്കിടയിൽ കത്രിക വയറ്റിലകപ്പെട്ട് ദുരിതം അനുഭവിക്കുന്ന ഹർഷിനയ്ക്ക് നീതി തേടി കെ ഹർഷിന സമര സഹായ സമിതി വീണ്ടും സമരമുഖത്തേക്ക്. വഖഫ് സ്വത്തുക്കൾ നിയമാനുസൃതം കവർച്ച ചെയ്യുകയെന്ന ഗൂഢലക്ഷ്യം വെച്ചാണ് വഖഫ് ഭേദഗതി ബിൽ തയ്യാറാക്കിയിരിക്കുന്നതെന്ന് SDPI. കേരള സ്റ്റേറ്റ് മാരേജ് ബ്യൂറോ ആൻഡ് ഏജന്റ്സ് അസോസിയേഷൻ മേഖലാ സമ്മേളനം കോഴിക്കോട്. ശ്രീ വളയനാട് ദേവീക്ഷേത്ര മഹോത്സവം വിവിധ പരിപാടികളോടെ പുരോഗമിക്കുന്നു. സ്പിറ്റി വാലിയിൽ ഓഫ് റോഡ് യാത്രയ്ക്കായി പുറപ്പെട്ട് ഹന്ന ജയന്ത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.